നമസ്തേ. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെ ചുറ്റിപ്പറ്റി വലിയ വിവാദവും പ്രതിഷേധവുമാണ് ഉയരുന്നത്. സ്ഥാപനത്തിൽ താമസിച്ചിരുന്ന 17 വയസ്സുള്ള കുട്ടികൾക്ക് മാനേജരും ജീവനക്കാരും ചേർന്ന് ക്രൂരമർദ്ദനം നടത്തിയെന്നാണ് പരാതി. കുട്ടികൾ പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ മാനേജർ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അന്തേവാസികൾക്ക് ആവശ്യമായ ഭക്ഷണം പോലും നൽകാറില്ലായിരുന്നുവെന്നും വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ നടന്നിരുന്നുവെന്നുമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായിരിക്കുന്നത്. ഇതിനിടെ സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സ്ഥാപന ഉടമയായ പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. കൂടാതെ വൃദ്ധസദനത്തിന്റെ ഔദ്യോഗിക അംഗീകാരം സാമൂഹ്യനീതി വകുപ്പ് റദ്ദാക്കിയിരുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനം അടിയന്തരമായി അടച്ചുപൂട്ടാൻ ചെന്നീർക്കര പഞ്ചായത്ത് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് സ്ഥാപന ഉടമയുടെ കീഴിലുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥയ്ക്കും നാടകീയ രംഗങ്ങൾക്കുമാണ് വഴി തുറന്നത്. അതേസമയം ഞായറാഴ്ച രാവിലെ പ്രതിഷേധക്കാർ ആരാധനാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. പ്രാർത്ഥനയ്ക്കായി എത്തിയ വിശ്വാസികൾ പ്രതിഷേധത്തെ എതിർത്തതോടെ പ്രതിഷേധക്കാരും വിശ്വാസികളും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. സാഹചര്യം നിയന്ത്രിക്കാൻ കനത്ത പോലീസ് സന്നാഹം സ്ഥലത്ത് വിന്യസിക്കുകയും പോലീസിന്റെ സംരക്ഷണത്തിൽ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ഹാളിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്തു. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് പാസ്റ്റർ ബിനു വാഴമുട്ടം രംഗത്തെത്തിയത്. താൻ ഒളിവിൽ പോയിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കുട്ടികൾ തമ്മിലുണ്ടായ തർക്കങ്ങളാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. വെളിപ്പെടുത്തലുകൾ നടത്തിയ മുൻ ജീവനക്കാരിക്ക് മറ്റ് താൽപര്യങ്ങളുണ്ടെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പാസ്റ്റർ ആരോപിക്കുന്നു. ജീവനക്കാർ കുറ്റക്കാരാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ എന്നും കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ കാര്യങ്ങൾ നിയമപരമായി തെളിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ സ്ഥാപനത്തിന് കീഴിലുള്ള വൃദ്ധസദനത്തിന്റെ പ്രവർത്തനത്തിലും ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സാമൂഹിക നീതി വകുപ്പ് പരിശോധിക്കുന്നതായും വിവരമുണ്ട്. മതത്തിന്റെ മറവിൽ എന്തു തോന്നിവാസവും കാണിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിലുള്ള പാസ്റ്റർമാർ 90% തട്ടിപ്പുകാരാണ്. കർത്താവിന്റെ പേരും പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ചു ജീവിക്കുന്ന ജന്മങ്ങളാണ് ഇവർ. ഏതെങ്കിലും ഒരു പാസ്റ്റർ പണിയെടുത്ത് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പാവങ്ങളുടെ സ്രോതസ് കാശുകൊണ്ട് പന്നികളെപ്പോലെ തിന്നുകൊഴുതി ജീവിക്കുന്ന ജന്മങ്ങളാണ് ഇക്കൂട്ടർ. ആരാധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള തട്ടിപ്പായതുകൊണ്ടാണ് പാവപ്പെട്ടവരെ വിശ്വാസം പറഞ്ഞ് തട്ടിപ്പ് കാട്ടി ക്യാഷ് തട്ടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ബിനു വാഴമുട്ടത്തിന്റെ സ്വത്ത് വിവരങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ എല്ലാം പുറത്തു വരും. ഒന്ന് നോക്കൂ, എന്തെങ്കിലും പണിക്ക് ഇവർ പോയിട്ടുണ്ടോ? പിന്നെ ഇവർക്ക് എവിടുന്നാണ് ഇത്രയും ക്യാഷ്? വൃദ്ധസദനത്തിന്റെ മറവിൽ ഫണ്ട് തിരിമറിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവസാനം സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് അന്വേഷണ ഏജൻസികളും കോടതിയുമാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.